ഹായ് ഗൈസ്, ചെമ്പനീർ പൂവിൽ നമ്മുടെ ചന്ദ്രമതി എല്ലാ ആഭരണങ്ങളും സച്ചിക്ക് ഊരി നൽകുകയാണ്. അച്ഛൻ്റെ ഓപ്പറേഷനുള്ള തുകയ്ക്ക് ഇനി നീ എവിടെയും അലയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തൻ്റെ ആഭരണങ്ങളെല്ലാം ഊരിയിട്ട് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് സുധിയും തൻ്റെ ചെയിൻ ഊരിയിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. രേവതി ഇതെല്ലാം കണ്ടുകൊണ്ട് മാറി നിന്ന് കരയുന്നൊരു സീനാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. പിന്നീട് നമുക്ക് കാണാം ശ്രീകാന്ത് അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി ശ്രീകാന്തിനെ കടത്തി വിടുന്നില്ല. നീ കാണണ്ട, നിന്നോട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നില്ല. ശ്രീകാന്ത് എന്തായാലും അച്ഛനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ശ്രീകാന്തിനെ തള്ളി മാറ്റുന്നുണ്ട്. അപ്പോഴാണ് സച്ചി ശ്രീകാന്തിനെ കണ്ടുകൊണ്ട് വരുന്നത്. ശ്രീകാന്തിനെ കണ്ടിട്ട് സച്ചി നന്നായിട്ട് ദേഷ്യം പിടിച്ച് ശ്രീകാന്തിനെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ദേഷ്യത്തോടെ സച്ചിയോട് പറയുന്നുണ്ട്, ഏട്ടൻ ആരാ എന്നെ തടയാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് കൂടുതൽ ദേഷ്യമാവാണ്. സച്ചി കോളറിന് പിടിച്ചിട്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് തള്ളി മാറ്റുന്നുണ്ട്. ശ്രീകാന്തും രേവതിയും പൂർണ്ണമായും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട രീതിയിലാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് നമുക്ക് കാണാം അച്ഛനെ സർജറിക്കാണെന്ന് തോന്നുന്നു സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും കൂടെ. പിന്നാലെ രേവതിയും ഓടുന്നത് കാണാം. രേവതിക്ക് അച്ഛൻ്റെ കയ്യിൽ കെട്ടാനുള്ള ചരട് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് രേവതി പിന്നാലെ ഓടുന്നത്.